എന്താ പറയുക, ദിലീപേട്ടനല്ലേ ഇത്തവണ ഞെട്ടിക്കും. അടിപൊളിയല്ലേ, ഇഷ്ടപ്പെടല്ലേ? കൊലമാസ് ഇനി വരുന്നുണ്ട് വേറെ. ഇത് സാമ്പിള് കുറേ പേര് വരാനുണ്ടല്ലോ, അത് വന്നു കഴിയുമ്പോഴത്തേക്ക് വേറെ ലെവലായിരിക്കും. എന്തായാലും തിയേറ്റർ ഇളക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ നമ്മൾ അടിപൊളിയാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടതല്ലേ? എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? എന്തോന്നി കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമായി? അടിപൊളി സാധനം കിട്ടുന്ന സാധനമാണ്. രാമലീലയ്ക്ക് ശേഷം ഒരു മാസ പടം വരാൻ പോവാണ്. എന്തായാലും പ്രേക്ഷകർ കാത്തിരുന്ന ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. തിയേറ്ററിൽ അമിട്ട് പൊട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. കിടിലം BGM. പിന്നെ ലാലേട്ടൻ ഈ സിനിമയിലുണ്ട്. ഞാൻ ദയവേത് പറയുകയാണ്, ഈ സിനിമാക്കാരൻ എന്നെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, വിവാദമായാലും വേണ്ടിയില്ല, ഇതിനകത്ത് ലാലേട്ടൻ ഉണ്ട്. ഉറപ്പിച്ചോ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് ഒരു കിട്ടിവെട്ട് സാധനമാണ്. വന്ന് കണ്ടോ. ഇതിന് എന്ന് റിലീസ് ചെയ്യുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത്ര വമ്പൻ ടീസറാണ്. ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു. അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ പോർഷനാണ് ഇത് പറഞ്ഞത്. ഇതിനെക്കാട്ടും കുറെ സർപ്രൈസ് ആയ സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അല്ല, വരാനിരിക്കുന്നുണ്ടോ? ഏറ്റവും ഹൈലൈറ്റ് ആയ പോർഷനാണ്. അപ്പൊ ടീച്ചറല്ലേ ചെറിയ പരിപാടിയാണ് വിട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനെക്കാട്ടി വലിയ സംഭവങ്ങൾ ഇനി ഫിലിമിൽ കാത്തിരിക്കും. ദിലീപേട്ടനെ മാത്രല്ല, ഇപ്പൊ വിനീതേട്ടനും നമ്മൾ കാണാത്തൊരു സ്റ്റൈലില് ഒരു മാസ് അപ്പിയറൻസിലാണ് ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. തോന്നി മറ്റേ ഒരു കുറെ സ്റ്റേമ അങ്ങനെ തന്നെയാണ് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്യാരക്ടറിന് അത്ര ഇമ്പാക്ട് ഉണ്ട്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ വിനീതേട്ടനോ ഈക്വൽ റോളായിട്ടാണ് വരുന്നത്. നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോൾ, മെയിൻ റോൾസ് ആണ്. ബാക്കി കാണുമ്പോഴല്ലടാ രസം, പറയുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ 80% ഷൂട്ട് കംപ്ലീറ്റ് ആയി അല്ലേ? ഈ കണ്ടത് തന്നെയാണ് പടത്തിന്റെ ഒരു ഫ്ലേവർ. ബാക്കി പടം വരുമ്പോഴത്തേക്ക് അല്ല, ബാക്കി പടം വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇത് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ സിനിമയുടെ. ഇനി വേറെ നമ്മൾ പറയുന്ന കഥകളൊന്നുമല്ല, ഇതാണ് ഒരു ഫ്ലേവർ. ആ ഒരു ഗ്ലിംസ് തന്നേ ഉള്ളൂ. ആദ്യത്തെ റൈറ്റിംഗ് അല്ലേ? മധുരം എന്നൊരു സിനിമ എഴുതി. മധുരം അല്ല, 100ന്റെ കൂടെ ആദ്യത്തെ. ഇങ്ങനെ രണ്ടാൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? വിശദമായിട്ട് പറയാം. ഇപ്പൊ ചെറുതായിട്ട് അല്ലേ, മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ടീച്ചറും കറക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ എല്ലാവരും കൂടെ നിൽക്കണം, ആവശ്യം. ഈ ടീച്ചർ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷയുടെ ഭയങ്കര വീണ്ടും പ്രതീക്ഷ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നിയില്ല. ഇപ്പോൾ ടീച്ചറിന് ഇത്ര റിയൽ ആയിട്ട് ഒരു ഇമ്പാക്ട് നമ്മൾ സിനിമ നന്നാക്കാനാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ അതിലോട്ടാണ് ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ. അത് ഏറ്റവും നന്നായി വരിക എന്നുള്ളതാണ് പ്രധാനം. ഇതൊരു ചെറിയൊരു സന്തോഷം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ സിനിമ അൾട്ടിമേറ്റ് അത്ര പ്ലാനിങ് ഉണ്ട്, ഉടനെ അറിയിക്കാം. മനസ്സിൽ നമ്മൾ ഇപ്പടം കൊള്ളാലോ, ഇതൊന്നും അങ്ങനെ തോന്നുന്നു. നൂറിനകത്ത് എന്തെങ്കിലും വേഷം ചെയ്തിട്ടുണ്ടോ? ദിലീപിൻ്റെ കൂടെ ചെറിയ വേഷം ചെയ്തിട്ടുണ്ടോ? പഴയ ദിലീപേട്ടനെ തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ പഴയ പോലൊരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ആക്ഷൻ അതുപോലെ കോമഡി എല്ലാം ചെയ്യുന്ന ദിലീപിനെ തിരിച്ചു കിട്ടി. ബ്രോയ്ക്ക് എത്രത്തോളം അതൊരു ചലഞ്ചിങ് ആയിരുന്നു? ഞാൻ ദിലീപേട്ടനെ കണ്ട് ശീലിച്ച രീതി ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ജൂലൈ 4 ഇറങ്ങിയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ദിലീപേട്ടനെ കണ്ട് ശീലിച്ച രീതി ദിലീപേട്ടനെ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞത്. ദിലീപേട്ടൻ ഓടിയും പോയിട്ടല്ല, ദിലീപേട്ടൻ ഓടിയുണ്ടല്ലോ. ദിലീപേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമുക്ക് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാക്സിമം ദിലീപേട്ടനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ദിലീപേട്ടൻ തരും. എല്ലാ ഫാൻസിനും ഞാനും ഒരു ഫാനാണ്. ഈ പറഞ്ഞത് അവരാഗ്രഹിക്കുന്ന പോലെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഇനി പടത്തിലാണല്ലോ മാക്സിമം, പടത്തിൽ നമ്മളങ്ങനെയാണ് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ ഷെഡ്യൂൾ എന്നാ ഷൂട്ട് തുടങ്ങുന്നത്? ഡേറ്റ് ആയില്ല. ദിലീപേട്ടൻ ഷോ ആണ്. ദിലീപേട്ടൻ്റെ മാത്രമല്ല, വിനീതേട്ടൻ എല്ലാവരും കൂടി ഒരു കൂട്ട ഷോ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആണോ? അങ്ങനെ തന്നെ ടീച്ചറിൽ കണ്ട അങ്ങോട്ട് തന്നെയാണ് പരിപാടികൾ മൊത്തം ഉള്ളത്. ഇതിൽ ഈ ടീസറിൽ കാണാതെ തന്നെ കുറേ കാര്യങ്ങൾ ഹൈഡായിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ റൈറ്റർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫഹീം അങ്ങനെ ഉണ്ടോ? ഇതിനെക്കാട്ടി വലിയ സംഭവം ടീച്ചറിലപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് മാത്രമല്ലേ വിടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളേറ്റവും ഇപ്പം ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കാൻ കണ്ടന്റ് മാത്രമല്ല, അത് മാത്രമേ
ബാക്കി ഇനി നമുക്ക് കുറേ പരിപാടികളുണ്ട്. കാരണം പോസിറ്റീവായ റെസ്പോൺസ് ഡയറക്റ്റ് കിട്ടുമ്പോൾ സന്തോഷമല്ലേ ഇപ്പം നേരത്തെ അതിനാണല്ലോ നമ്മളിങ്ങനെ ഇവിടെ വന്നതും അതൊക്കെ ഇത്രയും ഇവർ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സാധനം കൊടുക്കാൻ ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം ദിലീപേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ദിവസം തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ്. ജൂലൈ 4 ദിലീപേണ്ട ഒരു അതെ അതെ അതെ. അതിൽ വിനീതേട്ടൻ ലുക്ക് ആദ്യം പുറത്തുവിട്ടപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്നൊക്കെയാണ് പഴയ സോഷ്യൽ മീഡിയയിൽ പെട്ടത്. പക്ഷേ ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ടീച്ചർ കണ്ടപ്പോൾ എല്ലാവർക്കും ഈക്വൽ റോളുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഇത് ഇപ്പം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ല, നമ്മൾ ഈ ഇതിൽ പറഞ്ഞ പോലെ തന്നെ മാഡ്നസ് ബിൽഡാണ്. ആളുകൾക്ക് ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സാണ് എല്ലാവരും ക്യാരക്ടേഴ്സിന് എല്ലാവരും അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പം എല്ലാവർക്കും ഒരു 2 ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൽ. അതെ.